സഹോദരങ്ങളെ, ഇന്ന് ആശൂറയുടെ ദിവസമാണ്. മുഹറം 10 പരിശുദ്ധമായ വെള്ളിയാഴ്ചയും കൂടി ഒരുമിച്ചു വന്ന അസുലഭമായ ഒരു ദിവസത്തിലാണ് നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റബ്ബ് തആല ഈ ദിവസത്തിന്റെ എല്ലാ പുണ്യങ്ങളും കരഗതമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിഅമത്തുകളും ബറക്കത്തുകളും അല്ലാഹു നമുക്ക് ഏറ്റി തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആശൂറയുടെ ദിവസം, മുഹറം 10 ദിവസം അങ്ങേറ്റം ശ്രേഷ്ഠമായ മഹത്വമുള്ള ദിവസമാണ് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു. യൗമും മിൻ അയ്യാമില്ലാഹ് എന്നാണ് ഈ ദിവസത്തെ വിശേഷിപ്പിക്കപ്പെടുക എന്നും നമ്മൾ പറഞ്ഞു. അല്ലാഹു പ്രത്യേകമായി മഹത്വം നൽകിയൊരു ദിവസം, പ്രത്യേക സഹായത്തിനായി അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഒരു ദിവസം എന്ന അർത്ഥത്തിൽ മുഹറം 10 വലിയ ശ്രേഷ്ഠതയേറിയ ദിവസമാണ്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ദിവസമാണ്. ഈ 2 ദിവസം കൂടി ഒരുമിച്ച് വരുമ്പോ നമുക്ക് ഇരട്ടി മധുരമാണ്, വലിയ സന്തോഷമാണ്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധ്യതകളെ, അവസരങ്ങളെ നന്നായി വിനിയോഗിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. ബുദ്ധിമാന്മാരുടെ അടയാളം തന്നെ ഇത്തരം അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക എന്നതാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഫഖാമ ഉക്കാശ, ഉടനെ തന്നെ ഉക്കാശ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഉദ്ഉല്ലാഹ അയ്യജ്അലനി മിൻഹും. നബിയേ, ആ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ഉക്കാശയ്ക്ക് കൂടി ഒന്ന് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങൊന്ന് ദ്വാരക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് ഉക്കാശ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, അന്ത മിൻഹും ഉക്കാശ, നീയും അവരിൽ പെട്ടവരാണ്. മുത്തുനബി തങ്ങളുടെ പ്രഖ്യാപനം. അള്ളാഹുവിന്റെ റസൂലിന് അതിനുള്ള അധികാരം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ യാതൊരു സംശയങ്ങൾക്കും ഇടവരാതെ പറഞ്ഞു, അന്ത മിൻഹും ഉക്കാശ, നീ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. തീർച്ചയായും വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിന്റെ സ്ഥാനം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് നിന്ന മറ്റൊരാൾ, ഫഖാമ റജുലുൻ, വേറൊരാൾ കൂടി ഉടനെ എഴുന്നേറ്റ് നിന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ നബി അല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അയ്യജ്അലനി മിൻഹും, എനിക്ക് കൂടി ആ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങെനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ നബിയേ? രണ്ടാമത്തെ ആള് എഴുന്നേറ്റ് നിന്ന് മുത്തുനബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, സബഖക ബിഹാ ഉക്കാശ, അവസരം കഴിഞ്ഞുപോയി മോനെ, അവസരം കഴിഞ്ഞുപോയി.
നേരത്തെ തന്നെ ഉക്കാശ ആ അവസരം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ആ വിഭാഗത്തിൽ പെടുകയുണ്ടായി. ആ സമയം കഴിഞ്ഞുപോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരവസരം വരുമ്പോ ആദ്യഘട്ടത്തിൽ തന്നെ ബുദ്ധിപൂർവം വിവേകപൂർവം അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മുഹറം 10 പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവും ഒന്നിച്ചു വന്ന ഈ ഒരു ദിവസം അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട നിമിഷങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. അള്ളാഹു അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ദുആഇന് ഇജാബത്തുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നതാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ذكر يوم الجمعة. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ശ്രേഷ്ഠതയെക്കുറിച്ച് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ മുത്തുനബി തങ്ങൾ പറയുന്നു, ഫീഹി സാഅ, ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി. അവൻ നിസ്കാരത്തിലായിരിക്കുമ്പോഴോ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴോ ഒരു മുഅ്മിനായ മനുഷ്യൻ ആ ദിവസത്തിൽ അല്ലാഹുവിനോട് വല്ലതും ചോദിച്ചാൽ യസ്അലുല്ലാഹ തആല ശൈആ, വല്ലതും അല്ലാഹുവിനോട് അവൻ ചോദിച്ചാൽ ഇല്ലാ അഅ്താഹു ഇയ്യാഹു, അല്ലാഹു ആ കാര്യം അവന് തീർച്ചയായും നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വഅശാറ ബിയദിഹി യുഖല്ലിലുഹാ, മുത്തുനബി തങ്ങൾ അവിടുത്തെ കൈകൾ കൊണ്ട് വളരെ കുറഞ്ഞ സമയം എന്ന രൂപത്തിൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ഒരുപാട് സമയമൊന്നുമില്ല. വെള്ളിയാഴ്ച ദിവസത്തെ വളരെ കുറഞ്ഞ ഒരു സമയം, ആ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. എന്ത് നീ റബ്ബിനോട് ചോദിച്ചാലും അല്ലാഹു തആല നിനക്കത് സാധിപ്പിച്ചു തരുന്ന ഒരു സമയം. അങ്ങനെ ഒരു സമയം വെള്ളിയാഴ്ച ദിവസമുണ്ട് എന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വെള്ളിയാഴ്ച ദിവസമാണ്. എല്ലാ വെള്ളിയാഴ്ചയും ദുആക്ക് ഇജാബത്തുണ്ട്. ഇജാബത്തിന്റെ സമയം വളരെ കുറഞ്ഞ സമയമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അത് ഏത് സമയത്താണ് ഇജാബത്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് പല സാധ്യതകൾ പറയുന്നുണ്ട്. മുത്തുനബി തങ്ങൾ ഇന്ന സമയത്ത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞതുപോലെ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് കൃത്യമായിട്ട് പറയാത്തതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ ദുആക്ക് ഇജാബത്തുണ്ട്. അത് ഏത് സമയത്താണ് ആ യോജിച്ചു വരുന്ന സമയമെന്ന് മുത്തുനബി തങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില സാധ്യതകൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരഭിപ്രായം അന്നഹാ മിൻ ജുലൂസിൽ ഖതീബി അലൽ മിംബരി ഇല ഇൻസിറാഫിഹി മിനസ് സ്വലാ, ജുമുഅക്ക് വേണ്ടി ഖതീബ് മിംബറിൽ ഇരുന്ന ആ സമയം മുതൽ നിസ്കാരം അവസാനിക്കുന്ന സമയം വരെയാണ്. അതിനിടയിൽ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ സംഭവത്തിനോട് യോജിച്ചു വരുന്ന ഒരു കാര്യം ഈ സമയത്ത് പറഞ്ഞു പോവുകയാണ്, ഓർത്തു പോവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഖുത്ബ നിർവഹിക്കാനായി മിമ്പറിലേക്ക് കയറിയപ്പോ ഫഖാമ അഅറാബിയുൻ, ഒരു അഅറാബിയായ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അഅറാബിയായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്. അദ്ദേഹത്തെ സംബന്ധിച്ച് സാഹചര്യമോ സന്ദർഭമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ ധാരണയില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ അഅറാബിയായ മനുഷ്യൻ എന്ന് പറഞ്ഞത്. ഖുത്ബയുടെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹലക്കൽ മാല വജഅൽ അയ്യാൽ. നബിയേ,
മഴ പെയ്തിട്ട് കുറെ കാലമായി, ഞങ്ങളുടെ സമ്പത്തുകളൊക്കെ നശിച്ചു, ഞങ്ങളുടെ കൃഷികളൊക്കെ ഉണങ്ങി, വലിയ പ്രയാസത്തിലാണ്, കുടുംബം വിശപ്പ് കാരണം വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഫദ്ഉല്ലാഹ ലനാ, അതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. ഈ അറാബിയായ മനുഷ്യൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദൈഹി, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ രണ്ട് കരങ്ങൾ ഉയർത്തി. വമാ നറാ ഫിസ് സമാഇ ഫസഅതൻ വല്ലദീ നഫ്സി ബിയദിഹി മാ വളഅഹാ ഹത്താ സാറ സഹാബുൻ അംസാലുൽ ജിബാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാനായി കൈകൾ ഉയർത്തുമ്പോ ആകാശത്തിൽ ഒരിടത്തും ഒരു മേഘത്തിന്റെ ചെറിയ അടയാളം പോലുമില്ല, മഴയുടെ യാതൊരു ലക്ഷണവുമില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആ ദുആ അങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോൾ, അവിടുന്ന് കൈകളങ്ങ് താഴ്ത്തിയപ്പോൾ പർവ്വത സമാനമായ മേഘങ്ങൾ ആകാശത്തിൽ കാണപ്പെടുകയാണ്. അതേ തങ്ങൾ അവിടുത്തെ മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ മഴ പെയ്യുന്നു. ആ മഴയിലൂടെ നബിതങ്ങളിലേക്ക് വെള്ളമുറ്റ് വീണിട്ട് മുത്തുനബിതങ്ങളുടെ താടിയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുമാർ ശക്തമായ മഴ അപ്പോൾ തന്നെ പെയ്തുവെന്ന് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ആ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് എന്നതിന്റെ സൂചനയായി, തെളിവായി മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചൊരു സംഭവമാണിത്. ഒരാഴ്ച പിന്നിട്ടു, ഒരാഴ്ചയായിട്ടും മഴ തോരുന്നില്ല. മഴ ആ സമയം മുതൽ ശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ വെള്ളിയാഴ്ച അതേ മനുഷ്യൻ തന്നെ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ് തഹദ്ദമൽ ബിനാഉ വദിഖൽ മാൽ ഫദ്ഉല്ലാഹ ലനാ. നബിയേ, ശക്തമായ മഴ കാരണം ഞങ്ങളുടെ പല കെട്ടിടങ്ങളും തകർന്ന് ഇടിഞ്ഞു വീണു. അതുപോലെ ഞങ്ങളുടെ മുതലുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് മഴ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ദ്വാരക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദൈഹി ഫഖാല അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. വീണ്ടും നബി തങ്ങൾ ദ്വാരക്കൊന്ന്, പടച്ചവനെ, ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് നീ മാറ്റിവിടണം. ഞങ്ങൾക്ക് മഴ ഇപ്പോൾ നൽകാതെ ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് ഈ മഴയെ നീ മാറ്റിവിടണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാരക്കുന്നു. സ്വഹാബത്ത് പറയുന്നു, അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ശക്തമായ വെയിലായിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള സമയമുണ്ട്. ആ സമയം മഹാന്മാരായ മുഹദ്ദിസീങ്ങളിൽ ചില ആളുകൾ ആ സമയം ഖതീബ് മിമ്പറിലേക്ക് ഇരുന്നത് മുതൽ നിസ്കാരം കഴിയുന്നതിന്റെ ഇടയിലുള്ള സമയമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിന് തെളിവായിട്ടാണ് അവർ ഈ സംഭവം ഉദ്ധരിച്ചത്. മറ്റൊരു സമയത്തെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, അന്നഹാ മിൻ ബഅദിൽ അസ്രി ഇലാ ഗുറൂബിസ് ശംസ്, അസ്ർ നിസ്കാരത്തിന്റെ ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയമാണ്. ആ സമയമാണ് വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള സമയമെന്ന് ഒരു പറ്റം പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനു പറ്റിയൊരു സംഭവവും അവർ ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹാബികൾക്കിടയിൽ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു സലാം തങ്ങളോട് പറയുകയാണ്, ഫഅഖ്ബിർനി ബിഹാ വലാ തഗ്ലൻ അലയ്യാ. ഏത് സമയത്താണ് ദുആക്ക് ഇജാബത്തുള്ള സമയമെന്ന് വ്യക്തമായി എനിക്കൊന്നങ്ങ് പറഞ്ഞു തരണം, രഹസ്യമായി വെക്കാതെ കൃത്യമായി എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സലാം തങ്ങൾ നൽകിയ മറുപടി, ഹിയ ആഖിറു സഅത്തിൻ ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ അവസാനത്തെ സമയമാണ്, അസ്തമയത്തിന് മുന്നുള്ള സമയമാണ്.
ഇങ്ങനെ 2 സമയം, വേറെയും അഭിപ്രായങ്ങളുണ്ട്, എങ്കിലും പ്രധാനമായും ഉദ്ധരിക്കപ്പെട്ട 2 സമയങ്ങൾ. ഒന്ന്, ഖതീബ് മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം അവസാനിക്കുന്നതിന്റെ ഇടയിലുള്ള സമയം. അപ്പോ ആ മിമ്പറിൽ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഖുതുബയ്ക്ക് ശേഷമുള്ള ദുആ, ആ ദുആയൊക്കെ വലിയ ഇജാബത്തുള്ള ദുആയാണെന്നതിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ലാഘവത്തോടെ നമ്മൾ കാണേണ്ടതല്ല. വെള്ളിയാഴ്ചത്തെ ജുമുഅയ്ക്ക് ആ ഖുതുബയ്ക്കൊക്കെ ശേഷം കൈകെട്ടിയിട്ടും വരുന്ന പല ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നിസ്കാരത്തെ, സമയത്തെ വല്ലാതെ പിന്നോട്ട് പിന്തിച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് മഹത്വങ്ങൾ അത് സംബന്ധിച്ച് പണ്ഡിതന്മാര് നേരത്തെ ജുമുഅയ്ക്കെത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. നേരത്തെ തന്നെ എല്ലാവരും വരാൻ ശ്രമിക്കണം. പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിയണം. അൽ കഹ്ഫ് രാവിലെ സുബഹിക്ക് ശേഷം ഓതാത്തവരുണ്ടെങ്കിൽ ആ സമയത്ത് അൽ കഹ്ഫ് ഓതാനും സ്വലാത്തു ചൊല്ലാനും ഒക്കെ സമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന് വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കാൻ നമ്മുടെ പക്കൽ ഉണ്ടാകണം. മറ്റു പലതിനും നമ്മൾ സമയം മാറ്റിവെക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾക്കും ഒരുപാട് സമയങ്ങൾ നമ്മൾ നീക്കിവെക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്പസമയം മാറ്റിവെക്കാൻ പലപ്പോഴും നമ്മുടെ കയ്യിലില്ല. നമുക്ക് അവസാന സമയത്ത് ഓടിക്കതച്ചു വന്ന് എങ്ങനെയോ അതൊന്ന് പൂർത്തീകരിച്ച് മടങ്ങിപ്പോവുക എന്നിടത്തേക്ക് പലരുടെയും മനോഭാവം മാറിയിട്ടുണ്ട്. ആ മനോഭാവത്തിൽ നിന്ന് തിരിച്ചു വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നേരത്തെ ജുമുഅയ്ക്ക് എത്തിച്ചേരണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഈ ദിവസം, വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്ര മഹത്വമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിവസം പരിശുദ്ധമായ ആശുറാഇന്റെ ദിവസം കൂടിയാകുമ്പോ വലിയ പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ദിവസം അതൊക്കെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ആവലാതിയും സങ്കടവും പറയാൻ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങളുള്ളവർ, മക്കളെ കുറിച്ചുള്ള ആവലാതികളുള്ളവർ, വേവലാതികളുള്ളവർ, ആശങ്കകളുള്ളവർ, തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ പല വിഷയങ്ങളും അള്ളാഹുവിനോട് നമുക്ക് ദുനിയവിയായ വിഷയങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സലാമത്തായി കിട്ടണം, മരണം നന്നാകണം, ഖബർ ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടണം, രക്ഷ കിട്ടണം, മഹ്ശറിൽ നമുക്ക് വിജയം ലഭിക്കണം, സ്വർഗീയ പ്രവേശം നമുക്ക് ഉറപ്പാക്കാൻ കഴിയണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാനുണ്ട്. ഈ ചോദിക്കാനുള്ള കാര്യങ്ങൾ യാതൊരു മടിയുമില്ലാതെ റബ്ബിന്റെ മുന്നിൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആ ചോദ്യം, ആ ദുആ, അതുപോലെ സ്വതക്ക, ഇതൊക്കെയാണ് റബ്ബിന്റെ തീരുമാനങ്ങൾ. നമുക്ക് അനുകൂലമാക്കാനും പ്രതികൂലമാക്കി മാറ്റാനും ഒക്കെ കഴിയുന്ന കാര്യങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മടിയില്ലാതെ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം. അതിന് നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരാളോട് ചോദിക്കുമ്പോൾ നമുക്ക് മടി തോന്നും. ഞാൻ അവനോട് ചോദിച്ച അവൻ എന്ത് വിചാരിക്കും, ഇവനെന്ത് വിചാരിക്കും, അങ്ങനെ നമുക്ക് മടി തോന്നും. അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് മടി വേണോ? ആവശ്യമില്ല. എപ്പോഴും നമുക്ക് റബ്ബിനോട് ധൈര്യമായി ചോദിച്ചുകൊണ്ടേയിരിക്കാം. അള്ളാഹുവിന്റെ മുന്നിൽ എത്രയും താണ് നമുക്ക് ചോദിക്കാം. യാതൊരു മടിയും നമ്മൾ വിചാരിക്കണ്ട. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അല്ലാഹു നമ്മുടെ ഏറ്റവും സമീപസ്ഥനാണ്. ധൈര്യമായി നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനെ ദൃഢവിശ്വാസത്തോടെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നു, ഇന്ന അബ്ഖലന്നാസി മൻ ബഖില ബിസ്സലാം വഅജസന്നാസി മൻ അജസ അനിദ്ദുആ. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിശുക്കൻ ആരാന്നറിയോ? പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയാൻ പിശുക്ക് കാണിക്കുന്നവനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഅജസന്നാസി മൻ അജസ അനിദ്ദുആ. ദുആ ചെയ്യാൻ മടി കാണിക്കുന്നവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കഴിവ് കെട്ടവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങൾ,
നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റയ്ക്ക് വീടുകളിൽ ചെലവഴിക്കുമ്പോ, ഒറ്റയ്ക്ക് നമ്മൾ നമ്മുടെ റൂമുകളിൽ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ ഒരു മടിയും നമ്മൾ വിചാരിക്കേണ്ടതില്ല. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വലിയ പവിത്രമേറിയ ദിവസമാണ്. അതുകൊണ്ട് ആ ദുആക്ക് നമ്മൾ സമയം കണ്ടെത്തണം. നാഥനായ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുആയിലൂടെ നമ്മുടെ പ്രതിസന്ധികളെ അള്ളാഹു തആല തട്ടിമാറ്റി തരും. മറ്റൊന്ന്, നമ്മുടെ അള്ളാഹു നമ്മളിൽ തീരുമാനിച്ച ചില തീരുമാനങ്ങളെ അള്ളാഹു തആല മാറ്റാൻ കാരണമാകുന്ന മറ്റൊരു അമല്, അത് സ്വതക്കയാണ്. അല്ലെ, നമ്മള് പള്ളിക്കുട്ടികളിലേക്ക് ഇങ്ങനെ വായിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് അല്ലെ, അസ്വദഖത്തു റദ്ദുൽ ബലാ. സ്വതക്ക എന്ന് പറയുന്നത് ആപത്തുകളെ തടയുമെന്നാണ്. അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ പറഞ്ഞതല്ല, അതിന്റെ പിന്നിൽ വലിയ ആശയമുണ്ട്. ആ സ്വതക്ക കൊണ്ട് പല തീരുമാനങ്ങളും മാറ്റം വരാൻ കാരണമാകും. അതുകൊണ്ട് സ്വതക്ക യാതൊരു മടിയുമില്ലാതെ നമ്മൾ നിർവഹിക്കണം. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചരിത്രം പറയാം. ബഹുമാനപ്പെട്ടവരുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ, ഓ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തങ്ങളെ, അബൂ അബ്ദുറഹ്മാൻ എന്നവരെ, ഖുർഹത്തുൻ ഖറജത് ഫീ റുക്ബതി മുൻദു 7 സിനീൻ, എന്റെ കാൽമുട്ടിൽ 7 വർഷത്തോളമായി ഒരു മുറിവുണ്ട്, ഒരു വ്രണമുണ്ട്. وقد عالجت بانواع العلاج وسالت الاطباء فلم انتفع به. പലതരത്തിലുള്ള ചികിത്സ ആ വ്രണത്തിന് വേണ്ടി ഞാൻ ചെയ്തു നോക്കി. വ്യത്യസ്തങ്ങളായ ഡോക്ടർമാരെ മാറി മാറി ഞാൻ സമീപിച്ചു നോക്കി. ഒരുപാട് വൈദ്യന്മാരെ ഞാൻ സമീപിച്ചു നോക്കി. പലതരത്തിലുള്ള പല ശാഖയിലുള്ള ചികിത്സകൾ ഞാൻ ചെയ്തു നോക്കി. പക്ഷേ എനിക്ക് ആ സുഖം മാറിയിട്ടില്ല. പലതരത്തിലുള്ള വൈദ്യന്മാരോട് ഡോക്ടർമാരോട് ഞാൻ സംസാരിച്ചിട്ടു എനിക്ക് അതുകൊണ്ടൊരു ഫലവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം അങ്ങനെക്ക് പറഞ്ഞു തരുമോ? ഇതാണ് വന്നയാൾ അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദ്ഹബ്, നീ പോകണം. എങ്ങോട്ട് പോകണം? ഫൻദുറു മൗളിഅൻ യഹ്താജു നാസു ഇലൽ മാഅ്, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമുള്ള ഒരു സ്ഥലത്തേക്ക്, അഥവാ വെള്ളത്തിന് വേണ്ടി കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന വല്ല സ്ഥലവുമുണ്ടോ എന്നന്വേഷിച്ചുകൊണ്ട് നീ യാത്ര തിരിക്കണം. എന്നിട്ട് അങ്ങനെ ഒരു സ്ഥലം നീ കണ്ടുകിട്ടിയാൽ അവിടെ നിന്റെ ചിലവിൽ നീ ഒരു കിണർ കുഴിച്ചിട്ട് ആ നാട്ടിലെ ആളുകൾക്ക് അത് ദാനം ചെയ്യണം. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എന്നിട്ടോ ഫഇന്നി അർജു അൻ തൻബഉ ഹുനാക ഐനുൻ വയുംസക അൻക ദമു. അങ്ങനെ ബഹുമാനപ്പെട്ടവര് അതേ ആളുകളില്ലാത്ത വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ അന്വേഷിച്ച്, ആളുകൾക്ക് വെള്ളം ആവശ്യമുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നു. അവിടെ നിന്ന് വെള്ളമുണ്ടാകുന്ന സ്ഥലമുണ്ടോ, വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ കൃത്യമായ സ്ഥാനം നിർണയിച്ച് അവിടെ കിണർ കുഴിച്ച് വെള്ളം കണ്ടപ്പോൾ ആ വെള്ളം അദ്ദേഹം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ സമയത്ത് നിന്നെ തൊട്ട് ആ രക്തം തടയപ്പെടുമെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തങ്ങൾ പറയുകയാണ്. നീ അങ്ങനെ ചെന്ന് കിണർ കുഴിച്ചു കൊടുത്താൽ അവിടെ അവർക്ക് വെള്ളം കിട്ടുമ്പോ നിന്റെ രോഗം ഇവിടെ മാറും, നിന്റെ ആ രക്തം അവിടെ തടയപ്പെടുമെന്ന് ബഹുമാനപ്പെട്ടവർ പറയാൻ. അദ്ദേഹം അതുപോലെ തന്നെ ചെയ്തു, അദ്ദേഹത്തിന്റെ രോഗം മാറി. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ തീരുമാനിച്ചിട്ടുള്ള ചില തീരുമാനങ്ങൾ അത് സ്വതക്ക കൊണ്ടും ദുആ കൊണ്ടും അല്ലാതെ നമുക്ക് തട്ടിമാറ്റാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ ദുആ ഇറക്കണം, എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ ആവശ്യമായ രൂപത്തിൽ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് സ്വതക്ക കൊടുക്കാനുള്ള ഒരു മനസ്സുകൂടി നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നേ ദിവസം സ്വതക്കയ്ക്ക് വലിയ പുണ്യമുള്ള ദിവസമാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിന് ഭക്ഷണത്തിലും മറ്റുമൊക്കെ വിശാലത ചെയ്യണമെന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ച ദിവസമാണ്. മൻ വസ്സഅ അലിഹി യൗമ ആശുറാ വസ്സഅ അല്ലാഹു അലൈഹി ഫീ സാഇരി സനതിഹി. ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, തന്റെ കുടുംബത്തിന് ആശുറാ ദിവസം ഒരാള് ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വിശാലത ചെയ്താൽ, നല്ല
സുഭിഷ്ടമായ നല്ല മനോഹരമായ കുടുംബം ഇഷ്ടപ്പെടുന്ന നല്ല ഭക്ഷണം ഇന്ന് നോമ്പ് തുറയ്ക്ക് നമ്മൾ തയ്യാറാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്താൽ ആ വർഷം മുഴുവനും അല്ലാഹു തആല അവന് വിശാലത കൊടുക്കും, അവന് ദാരിദ്ര്യം കൊടുക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജറബ്നാഹു 50 ഔ 60 സന. ഇത് വെറുതെ പറയല്ല, 50-60 വർഷക്കാലം പതിവാക്കിയിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇത് പറയുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശീലമാക്കണം. അവസരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉക്കാശ റളിയല്ലാഹു അൻഹു കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയപ്പോ അതേ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നിനക്കും പെടാം എന്ന് അല്ലാഹുവിന്റെ റസൂല് സന്തോഷം അറിയിച്ചതുപോലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. നാഥനായ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ദിവസത്തിന്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്.